നമ്മുടെ കുഞ്ഞു മുതലാളിമാർ മൂന്നാൾ ഒരുമിച്ച് സ്കൂളിൽ പോയാൽ എന്തായിരിക്കും എന്നറിയാൻ എനിക്കൊരു ത്വര. അവിടെ എത്തിയപ്പോൾ തന്നെ എന്റെ ആ ത്വര അങ്ങ് മാറി. ഊഹാണെങ്കിൽ ഇതിന്റെ മുകളിൽ പടച്ചു കയറിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ തുള്ളുന്ന പോലെയാണ് തുള്ളിക്കൊണ്ടിരുന്നത്. അവനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ ത്വരയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതല്ല. എന്നൊക്കെ പറഞ്ഞാലും മൂന്നാൾ അവിടെ എത്തിയപാട് തന്നെ ഭയങ്കര സൗഹാർദ്ദത്തിലായി. ഈസിയാണെങ്കിൽ അല്ലാ എന്റെ പഠിച്ചോൻ എന്നെ തട്ടിക്കൊണ്ടെന്ന് ഞാൻ പറ്റിയ എന്നെ എന്റെ ബ്രദറിനെ ഒരുമിച്ചാണല്ലോ തട്ടിക്കൊണ്ടെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മോഹിനാണെങ്കിലും ഓന്റെ കൂടെ ആരും ഇരിക്കുന്നതെന്ന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഈസി ഇരിക്കുന്നതിനുള്ള കുഷി. ബേബി ആണെങ്കിൽ അവിടെ എത്തിയപ്പോൾ മുതൽ ഇരുന്നും കിടന്നും മലന്നൊക്കെ റെസ്റ്റിലായിരുന്നു. ഇവരെ മാത്രം വീഡിയോ എടുത്തോണ്ടിരുന്നാൽ മതി, അവിടെ വേറെ മുതലാളിമാരുണ്ട്. ഇതേത് മുതലാളി അപ്പൊ ഈ ആടുന്നേന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഈസക്കുട്ടിന് നൂഹൂട്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ, നല്ല കാറ് പൊട്ടിക്കേണ്ട സമയമല്ല, പൊട്ടിക്കാലേ. ഈ കുഞ്ഞു മുതലാളിമാർക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇവർ ഈ കഷ്ടപ്പെട്ട് കളിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണേ. അല്ല, ഒരു കാര്യം പറയാൻ വിട്ടോയി, നിങ്ങളെ വീട്ടിൽ ഞങ്ങളെ പോലത്തെ മുതലാളിമാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയിക്കോളി കേട്ടോ. വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ഞങ്ങളുടെ മിസ്സിന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ വിചാരിക്കും ഇവിടെ കളി മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കാം. വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ചെയ്തു. അപ്പൊ ഞങ്ങൾ TV കാണട്ടെ.